ഷാന്റെ എല്ലാ പാട്ടും സെമി ക്ലാസിക്കലാണ്. ചിലത് ഭയങ്കര കർണാട്ടിക്കിലേക്ക് ആടടാ ആട്ടം നീ ആട്ടം കുടുക്ക് പൂരം എന്നീ ക്ലാസിക്കൽ ഗാനത്തിലായിരുന്നു എന്റെ തുടക്കം. ഈ അടുത്ത് പിന്നെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, അത് കാണാതിരിക്കുന്നു നല്ലത്. അതൊരു പൊറോട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പൊറോട്ടയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പാണ്. ഞങ്ങളൊക്കെ സൈഡിൽ നിൽക്കുക, ഇവൻ സെന്ററിൽ വന്നിട്ട് ഞാൻ സൈഡിൽ നിന്ന് ചോദിച്ചു, നീ ആരുടെ അണ്ടർടേക്കർ? ഞാൻ അപ്പോഴത്തെ ആവേശത്തില് സംഗീതം അനന്തസാഗരമാണ്. ആ സാഗരത്തിൽ മുങ്ങിക്കുളിക്കുന്ന കുറച്ച് പേര് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ് കുറച്ച് സംഗീത ചർച്ചകൾക്കായിട്ട്. അതിങ്ങനെയുണ്ട്, സംഗീതം അനന്തസാഗരത്തിൽ മുങ്ങിക്കുളിക്കുന്ന ആൾക്കാര്? മുങ്ങി ചത്തുന്നൊക്കെ ഞാൻ മുങ്ങി ചത്തു എന്ന് പറഞ്ഞില്ലല്ലോ, അത് മതി. രക്ഷപ്പെട്ടു. വിനീതും ഷാനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സിനിമയ്ക്ക് മുമ്പേ തുടങ്ങിയ ഒരു റിലേഷൻ ആണ്. കോഫി അറ്റ് എം ജി റോഡൊക്കെ മുതലേക്കെ ഉള്ള നമ്മുടെ ഒരു ആ ഒരു കൂട്ടായ്മയാണ്. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കട്ടെ അല്ലേ? ഞാൻ ഇന്നിവിടെ റിഹേഴ്സലിന് വന്നപ്പോൾ ആലോചിച്ച കാര്യമാണ്. ഭയങ്കര സർപ്രൈസിങ് ആണ്. ഞാനും ഷാനും പരിചയപ്പെട്ടിട്ട് 20 വർഷമായി. 2025 ആകുമ്പോൾ 20 വർഷമായി. 20 വർഷമായിട്ട് ഞങ്ങൾക്ക് കോഫി അറ്റ് എം ജി റോഡാണോ അതിനു മുമ്പേ 2005 ഒരു ഗൾഫിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവിടുന്ന് ഒരു ബറ്റാലിയൻ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. സിംഗേഴ്സും ബാൻഡും കുറേ പേര്. അതൊരു മ്യൂസിക് ഷോ ആയിരുന്നു. അപ്പോൾ അതിന് പോകുന്ന സമയത്താണ് ഞാൻ ഷാനിനെ ഫസ്റ്റ് കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അതും കൊച്ചിയിൽ നിന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സ്റ്റേജ് ഷോ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നേവൽ ക്വാർട്ടേഴ്സിൽ ഷാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഞാൻ അങ്ങോട്ട് പോകും, നമ്മൾ ജാം ചെയ്യും. അങ്ങനെ ജാം ചെയ്ത് ഉണ്ടായ പാട്ടുകളാണ് പിന്നെ കോഫി അറ്റ് എം ജി റോഡൊക്കെ ആയത്. ഈ ഇവര് പറയുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാനായിരുന്നായിരിക്കോ? ഞാൻ വല്ല സ്കൂളിലും പക്ഷെ അല്ല, ഇവരുടെ ഒരു വലിയ റോളുണ്ട് എൻ്റെ കരിയറിൽ. എൻ്റെ ഫസ്റ്റ് റിലീസായ സോങ് ലൈക്ക് ഷാനിക്ക മ്യൂസിക് ചെയ്ത ആ പാട്ട്, അന്ന് ട്രാക്ക് പാടിയിരുന്നത് വിനീതേട്ടനായിരുന്നു. വിനീതേട്ടൻ്റെ പടമായിരുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം. അപ്പോൾ അങ്ങനെ എനിക്കും ഒരു തുടക്കം കിട്ടിയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ. സോ കോഫി അറ്റ് എം ജിയിലില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് അല്ല, പക്ഷെ ഇവര് പറഞ്ഞ ആ കാലഘട്ടത്തിലാണോ നമ്മളുടെ ഒരു കുഞ്ഞിക്കാലത്തെ പാട്ട് കിടന്ന് കളിക്കുന്നത്? അതെ അതെ, ജനിച്ച കളിച്ച് നടക്കുന്നില്ല. ആ പാട്ട് ഏതായിരുന്നു? ചുമ്മാ പറയാ ചുമ്മാ പറഞ്ഞു. അല്ലാതെ അതേത് പാട്ടായിരുന്നു? മീൻസ് ചെറുപ്പത്തില് വളരെ കുഞ്ഞില് സ്റ്റേജില് അത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചു വിടുന്നത് വളരെ പ്രശസ്തമാണല്ലോ. ഈ അടുത്ത് പിന്നെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, അത് കാണാതിരിക്കുന്നു നല്ലത്. അതൊരു പൊറോട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പൊറോട്ടയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പാണ്. പ്രശ്നമാണെന്ന് തോന്നുന്നു. ഏയ്, പൊറോട്ട ഇഷ്ടം എനിക്ക്. ഇപ്പൊ ഇതുവരെ ഇഷ്ടമായിരുന്നു പൊറോട്ട, ഈയിടെയായിട്ട് അത്ര രുചിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങള് 3 പേരും സ്റ്റേജിനെ ഇളക്കി മറിക്കുന്ന ആൾക്കാരാണ്. ഷാൻ ഇപ്പൊ വളരെ കുറച്ചായിട്ടുള്ളൂ സ്റ്റേജ് ഷോസിലേക്ക് വന്നിട്ടെന്ന് പറഞ്ഞാൽ പോലും ഷാന്റെ പാട്ടുകളടക്കം എല്ലാ പാട്ടുകാരും എടുത്ത് പാടുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. സോ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് സംതിങ് എൽസ് അല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു സാധനം എന്ന് പറയുന്നത് സ്റ്റേജാണ്. ഇപ്പം നമ്മൾ പടം ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ട് ആ പടം റിലീസാവുന്നത്. പാട്ട് റിലീസായി കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരുടെയും വീട്ടിൽ പോയിട്ട് അവരെങ്ങനെയാണ് കേൾക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് ഇൻസ്റ്റൻറ്റ് കണക്ഷൻ അല്ലേ. നമ്മൾ പാടുമ്പോൾ ഡയറക്റ്റായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് എന്താ പറയുക, നമുക്ക് ലേണിംഗ് ആണ് ശരിക്കും. ഓക്കെ, ഇത് വർക്ക് ആവുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് വർക്ക് ആവാത്തത്? ഈ സോങ് ശരിക്കും സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റേജ് ഷോ. അതിനൊരു ഭയങ്കര ബാങ് ഓൺ ആയിട്ടുള്ളൊരു തുടക്കം വേണം, പിന്നെ ഭയങ്കര സ്മൂത്തായിട്ട് പ്രോഗ്രസ് ചെയ്യണം, അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവണം. അപ്പോൾ സ്റ്റേജ് ഷോന്റെ ഫോർമാറ്റും സിനിമയുടെ ഫോർമാറ്റൊക്കെ ഏതാണ്ട് ഒരേപോലെയാണ്. ലാഗ് ഇല്ലാതെ പോകണം. ഇതല്ലേ നമ്മൾ സിനിമയുടെ കാര്യത്തിലും പറയുന്നത്, ക്ലൈമാക്സ് നന്നാവണം. പണ്ടൊക്കെ ഗാനമേള എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഗാനമേള എന്നുള്ള കോൺസെപ്റ്റിനേക്കാളും കോൺസെർട്ടായി മാറി. സംസാരിച്ചേ ഉള്ളൂ. എന്തോ ഇത് ഞാനിങ്ങനെ എന്തോന്ന് പറഞ്ഞപ്പോ അല്ലാതെ എന്തൊക്കെയായാലും ഗാനമേളയല്ലേ. ആക്ച്വലി നമ്മൾ ആ ഗാനമേള എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ഒന്ന് വലുതാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം സെയിം മ്യൂസിക് എല്ലാം ഗാനമേള ഉണ്ട്. ഗാനമേള. പക്ഷെ പണ്ട് ഗാനമേളക്കൊക്കെ തുടക്കം എന്ന് പറയുന്നത് അത് ഗ്രാജുവലി വളരുള്ളൂ. തുടക്കം ഒന്നല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലത്തെ പാട്ടോ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ ടച്ച്, ഇതെങ്ങനെയാണ് നമ്മളുടെ പാട്ടുകളിലേക്ക്
കോൺസേർട്ടിൽ എങ്ങനെയാണ് ഷാന്റെ എല്ലാ പാട്ടും സെമി ക്ലാസിക്കലാണ്. ചിലത് ഭയങ്കര കർണാട്ടിക്കിലേക്ക് ഫോർ എക്സാമ്പിൾ ആടടാട്ടം നീ ആട്ടം കുടുക്ക് പൂരം എന്നീ ക്ലാസിക്കൽ ഗാനത്തിലായിരുന്നു എന്റെ തുടക്കം. തുടക്കം ഭക്തിഗാനം പാടിയ ശേഷം നമ്മൾ അതെ. പരിപാടി തുടങ്ങും. SH കോളേജിൽ വേറൊരു ചരിത്രമുണ്ട് ഷാന്. അതെന്താ അതായത് മലർവാടി ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു പബ്ലിക് ഇവന്റ് അവിടെയാണ് ഇവന്റ് SHലായിരുന്നു. ഞാൻ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇവന് ഓർമ്മകൾ വന്നാ. എന്നിട്ട് അപ്പോൾ ഞാനുണ്ട്, നമ്മൾ 5 പേരുണ്ട്, നിവിൻ, അജു, ഭഗത്ത്, ഹരീഷ്, രാവൺ എല്ലാവരും ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് SHലുള്ള പിള്ളേർ മൊത്തം ഇങ്ങനെ ആർപ്പ് വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാന് കൺട്രോള് പോയി. ഷാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഷാൻ ഇങ്ങനെ എനിക്ക് കയ്യടിയോ എന്ന് പറയുന്ന സീനിലാണ് വരുന്നത്. എന്നിട്ട് നേരെ സ്റ്റേജിൽ കയറിയിട്ട് ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് ക്രൗഡിനെ നോക്കിയിട്ട് ഞങ്ങളൊക്കെ സൈഡിൽ നിൽക്കുക, ഇവൻ സെന്ററിൽ വന്നിട്ട് ഞാൻ സൈഡിൽ നിന്ന് ചോദിച്ചു, നീ ആരാണ്? അണ്ടർടേക്കർ. ഞാൻ അപ്പോഴത്തെ ആവേശത്തില്, കാരണം ആർട്സ് ക്ലബ് ഹിറ്റായി, അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കോളേജിൽ കയറിയപ്പോ പിള്ളേരിന്റെ ആരവം, ഞാനാണെങ്കിൽ ഒരു ആരവൊക്കെ കേട്ടിട്ട് കാലം കുറയായി. ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ ഒരു ആരവം തൊട്ട് സൈഡിൽ നിന്ന് എടുത്ത്, നീ ആരാണ്? ചെവി പോയി. നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കോൺസേർട്ട് ഇല്ലേ, ഞാൻ എന്ത് വില കൊടുത്തും പോവും ആര്, അങ്ങനെ ഒരു കോൺസേർട്ട് ഉണ്ടോ ആരുടെങ്കിലും? ഞാൻ ആക്ച്വലി കോൾപ്ലേ ഒരു 2 വർഷം മുമ്പ് മ്യൂസിക് ഓഫ് ദി സ്പിയേഴ്സ് അവർ തുടങ്ങിയ സമയത്ത് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എഡ് ഷീറന്റെ ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ നമ്മളൊന്ന് ഹാൻസ് സിമ്മറിന്റെ കണ്ടു. ഹാൻസ് സിമ്മറിന്റെ ഞാനും ഷാനും നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നിങ്ങൾ ഏത് അറ്റം വരെയും പോകും ലോകത്തിൽ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കാശ് വേണം, ഞങ്ങൾക്ക് ആദായകരമായിട്ട് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റും. ഏതറ്റം വരെയും പോയിട്ട് ഒരു കോൺസെപ്റ്റ് കാര്യമൊന്നുമില്ല. എനിക്ക് ഇതുപോലത്തെ കോൺസേർട്സ് ഞാൻ കുറവാണ് കണ്ടിട്ടുള്ളത്. പുറത്തുള്ള വെസ്റ്റേൺ കോൺസേർട്സ് അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം അതിനുള്ള ആഗ്രഹമുണ്ട്. കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ പോയി എക്സ്ക്ലൂസീവായിട്ട് അതിന് സമയം മാറ്റി വെച്ച് പോയി കാണണമെന്നുണ്ട്. അത് കാരണം അത് അവരുടെ ഒരു വർക്കാണ്. നമുക്ക് എല്ലാ രീതിയിലും ഇൻസ്പയർഡ് ആക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ലൈക്ക് ബ്രൂണോ മാസിന്റെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കോൾപ്ലേ ഇതുവരെ കണ്ടിട്ടില്ല. ബ്രൂണോ മാസ്, അതെ, അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ തന്നെ അടിപൊളിയാണ്. പല നമ്മുടെ മലയാളത്തിലുള്ള ആൾക്കാരുടെ തന്നെ. ഞാൻ ആക്ച്വലി സ്റ്റേജ് ഷോ ഒക്കെ കാണാൻ തുടങ്ങിയത് തന്നെ എൻ്റെ കോൺസേർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതുവരെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കോൾപ്ലേയുടെ ഒക്കെ പിന്നെ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെന്നല്ലാതെ ആക്ച്വലി ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് കാണുന്നത് എൻ്റെ ഷോയുടെയും എൻ്റെ ഒരു മൈൻഡിൻ്റെയും ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോയി തുടങ്ങിയത്. ഈ ഗൗരി ലക്ഷ്മിയുടെയും സ്റ്റേജ് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൗരി ലക്ഷ്മിയുടെ സ്റ്റേജ് ഷോസ് സിനിമ കാണുന്ന പോലെയാ, ലൈക്ക് ഡാൻസും അതിനിടയ്ക്ക് അങ്ങനെ. നമ്മുടെ ഷോയിൽ എങ്ങനെയാ അതുപോലത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്, മിക്സ് ആണ്. ഡാൻസസ് ഓൺ അല്ല അങ്ങനെ കുറെ പേരുണ്ട്. അതായത് ഒന്ന് കുറെ നല്ല മ്യൂസിഷ്യൻസ് ഉണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സോങ്ങും റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാൻഡായിട്ട് തന്നെ ഇരുന്ന് ഒരു വലിയ വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നമുക്ക് ആ സോങ് അങ്ങനെ ചെയ്യാം, പ്രസന്റ് ചെയ്യാം നമുക്ക്. പക്ഷെ വിനീതേട്ടൻ പാടിയാണെങ്കിലും ഞാൻ പാടിയ എല്ലാ സോങ്ങിനും നേരിട്ട് നിങ്ങൾ ലൈവ് കേൾക്കുമ്പോൾ മനസ്സിലാവും വർക്ക് എന്താണെന്ന്. അപ്പൊ ബാൻഡായിട്ട് ഇരുന്ന് നല്ല രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ പ്രാക്ടീസ്. സോ ഉയരെ കാണുമ്പോഴാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, പണ്ടത്തെയും ഇപ്പോഴത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ പണ്ടൊക്കെ കുറച്ചുകൂടെ എന്താ പറയാ ടാലന്റ് ഷോക്കേസ് ചെയ്യുകയും ഇന്ന് കുറച്ചുകൂടെ പെർഫോമൻസ് ലെവലിലേക്ക് പോയി. അപ്പം 2 തുള്ളലും 2 തലയാട്ടലും 2 കറക്കവും ഡാൻസും ഒക്കെ കളിച്ചാലാണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. ഏതാണ് നമ്മളുടെ ഒരു ഇതെല്ലാം വേണം നമുക്ക്. ഇപ്പൊ മൈക്കിൾ ജാക്സൺ ഒക്കെ 80s ചെയ്ത സ്റ്റേജ് ഷോസ് കാണണം. നമ്മളത് ഇതുവരെ അത് മാച്ച് ചെയ്യുന്ന ഒരു സാധനം ചെയ്തിട്ടില്ല. കാരണം ആളുകൾക്ക് പുറത്തുള്ള ഷോസുമായിട്ട് ആക്സസ് കിട്ടി തുടങ്ങി. അവര് നേരത്തെ ഒന്നും ചിലപ്പോൾ ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ കോൺസേർട്സ് ഒന്നും കാണാനുള്ള ഒരു ഇതുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറയുന്നത് എല്ലാ ടൈപ്പ് പറഞ്ഞില്ലേ, കോൾപ്ലേ പോലത്തെ ഇന്റർനാഷണൽ ബാൻഡ്സോടെ ഇന്ത്യയിൽ വന്നിട്ട് ബാക്ക് ടു ബാക്ക് സ്റ്റേജസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കോൺസേർട്സ് ഒക്കെ ആയിട്ട് ഇവരെല്ലാവരും ഇതാണ് എക്സ്പോസ്ഡ് ആണ്. അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ നമുക്കും ആഗ്രഹമുണ്ട് കോൾപ്ലേനെ പോലെ കോൺസെർട്ട് ചെയ്യണം. കാരണം അദ്ദേഹം ചെയ്യുന്നവരൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സ്റ്റേജിൽ തലങ്ങും ഓടുന്നത് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ
ആ രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് ലെവൽ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇസ് ഡിഫറെന്റ്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചില്ലേ, നമ്മൾ എന്തായാലും ഒരു സംഗീത പരിപാടിയും സംഗീതജ്ഞരും അല്ലേ, ഒരു പാട്ടല്ലേ അത് മസ്റ്റാണ്. ആയിക്കോട്ടെ. മൂന്നുപേരും കൂടെ ഒരുമിച്ചൊരു സെറ്റ് പാടാൻ മൂന്ന് പാട്ട് ഏതാ ഹരി? നിങ്ങൾ പാടിക്കണം. ഓക്കെ കുടുക്ക് പാടിയാലോ? ഓക്കെ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ, നടുക്കിരുന്നവളാണ് നീ. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോടി. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോടി. പോലെ അടിപൊളി.